നമ്മളിപ്പോൾ ഒരുപാട് കാലമായി യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഒരുപാട് കാലം തന്നെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം ഞാനൊരു അടിപൊളി ഷീൻ ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ ഷീനിൻ്റെ ഫാൻസ്. അത് മാത്രമല്ല, ഷീൻ ഇപ്പോൾ ഇന്ത്യയിൽ വീണ്ടും ലോഞ്ച് ആവാൻ പോവാണെന്നുള്ള ന്യൂസ് നിങ്ങളും കേട്ടിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ ലോഞ്ച് ആവുകയാണെങ്കിൽ ഇനി ഇന്ത്യയിലുള്ളവർക്കും എല്ലാവർക്കും ഷീനിന്ന് പർച്ചേസ് ചെയ്യാനും പറ്റും. അപ്പോൾ എന്തായാലും ഷീനിൻ്റെ കുറച്ച് അടിപൊളി റംസാൻ കളക്ഷൻസുമായിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ നോമ്പാവാൻ പോവാണ്. അതിന് മുമ്പ് തന്നെ ഷീനിൽ റംസാൻ കളക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ടോട്ടൽ 6 ഡ്രസ്സ് ഐറ്റംസ് ആണ് ഞാൻ കാണിക്കുന്നത്. എല്ലാം മാക്സി ഡ്രസ്സ്, അതേപോലെ ഒരു ഫുൾ കവറേജ് കിട്ടുന്ന ടൈപ്പ് ഓഫ് ഡ്രസ്സസ് ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ, ഇനി ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇൻസ്റ്റയിൽ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിരുന്നു. അത് ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ഡ്രസ്സ്. ഇതൊരു ഓഫ് വൈറ്റ് കളറിലാണ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, പേൾ ഡിസൈനാണ് ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇങ്ങനെ പേൾ ആൻഡ് സീക്വൻസ് വർക്കാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നെക്കിൻ്റെ പോർഷനിലും വന്നിട്ടുണ്ട്. ഇതൊരു മാക്സി ഡ്രസ്സാണ് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് കവറേജ് കിട്ടുന്ന തരത്തിലുള്ള ഒരു ഡ്രസ്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് സൈസ് മീഡിയമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ കുറച്ച് മെലിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് മീഡിയം എനിക്ക് കുറച്ച് ലൂസായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ കറക്റ്റ് സൈസ് തന്നെ എടുത്താൽ മതിയാവും. ഞാനിപ്പോൾ കുറച്ച് മെലിഞ്ഞു പോയതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്കിപ്പോൾ മീഡിയം വേണ്ടില്ലായിരുന്നു, സ്മോൾ മതിയായിരുന്നു എന്ന് എടുത്തു കഴിഞ്ഞ ശേഷമാണ് എനിക്ക് തോന്നിയത്. പക്ഷെ കുഴപ്പമില്ല, വെയിറ്റ് പഴയ പോലെയൊക്കെ ആവുകയാണെങ്കിൽ ഓക്കെ ആയിക്കോളും എന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ഞാൻ കുറച്ച് അൾട്ര ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഞാനിത് റിട്ടേൺ ചെയ്തിട്ടൊന്നുമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇതിന് കംപ്ലീറ്റ് ആയിട്ടും ലൈനിങ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്, ഞാനിത് ഇട്ടോന്നല്ല കേട്ടോ. ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് സ്ലീവിനും അതേപോലെ തന്നെ ഫുള്ളായിട്ടും നല്ല ലൈനിങ്ങും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്കൊരു പിങ്ക് ഹിജാബ് ഇട്ടിട്ടാണ് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഇതിലുള്ള ഈ ഒരു കളേഴ്സിന് ഒന്ന് കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഹിജാബ് തന്നെ ആയിക്കോട്ടെ, ഒരു സോഫ്റ്റ് ടച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിട്ടത്. അതല്ലെങ്കിൽ നമുക്ക് ഇതിലേക്ക് മെറൂണ് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, പിന്നെ ഈ ഒരു ഗ്രീന് പറ്റും. അതൊക്കെ ഇട്ടിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാം, അതൊക്കെ നമ്മുടെ ഇഷ്ടം. അപ്പോൾ എന്തായാലും ഇതാണ് ഫസ്റ്റ് വൺ. ഞാനത് ഇട്ടിട്ട് വീഡിയോ സൈഡിൽ കാണിക്കുന്നുണ്ട്. ഭയങ്കര അടിപൊളി ഡ്രസ്സാട്ടോ. ഇതിൻ്റെ തന്നെ സെയിം ബ്ലാക്ക് അവൈലബിൾ ആണ്, വൈറ്റ് അവൈലബിൾ ആണ്, പിന്നെ ഈ ഒരു കളറും. അതിൽ ബ്ലാക്കും നല്ല ഭംഗിയുണ്ട്, വൈറ്റും എല്ലാം ഭംഗിയുണ്ട്. പക്ഷെ എനിക്ക് ഓൾറെഡി ബ്ലാക്കും വൈറ്റും എൻ്റെ കയ്യിലുണ്ടായതുകൊണ്ട് ഞാൻ ഇത് എടുത്തത് കേട്ടോ. അടിപൊളിയാണ്, ധൈര്യമായിട്ട് നമുക്ക് വാങ്ങിക്കാം കേട്ടോ. ഇനി രണ്ടാമത്തെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒരു അബായ ടൈപ്പ് ഡ്രസ്സാണ്. ഡ്രസ്സല്ല, ആക്ച്വലി ഇതൊരു അബായ തന്നെയാണ്. ഇത് പീസായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഭാഗമാണിത്, ഉള്ളിലുള്ള പാർട്ടാണിത്. ഇത് സ്ലീവ്ലെസ് ആണ് കേട്ടോ. ഇങ്ങനെ ആണ് വരുന്നത്. ഇവിടെ ഒരു വൈറ്റ് ലേസിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇത് സൈസ് മീഡിയം ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതും എനിക്ക് കുറച്ച് ലൂസാണ്. ഞാൻ പറഞ്ഞല്ലോ, അത് സൈസിൻ്റെ പ്രശ്നമല്ല. ഞാൻ വെയിറ്റ് കുറഞ്ഞത് ആലോചിക്കാണ്ട് ഞാൻ സാധാ എടുക്കുന്ന സൈസ് തന്നെ എടുത്തതാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഇതിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. ഇനി ഇതിൻ്റെ പുറത്ത് വരുന്നത് അബായൻ്റെ ആ കോട്ട് പോലെ വരില്ല നമ്മുടെ, ആ ഒരു ഭാഗമാണിത്. നല്ല ഭംഗിയുടെ കളറാട്ടോ. ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ഇതിലും ലേസ് ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ സ്ലീവ് വന്നിട്ടുണ്ട്. ഇവിടെ വൈറ്റ് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്ലവർ ഡിസൈന് ലേസ് വർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അപ്പോൾ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന, ഇത് ഒരു സൈഡിൽ മാത്രം കേട്ടോ. ഇത് ഇട്ട് കാണുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റും. ഇതിൻ്റെ അരയിൽ കെട്ടുന്നൊരു കെട്ടും കൂടെ ഉണ്ടായിരുന്നു, അതിപ്പോൾ ഇവിടെ കാണുന്നില്ല. ഞാൻ കവർ ഒഴിവാക്കിയ കൂട്ടത്തിൽ അത് പോയോ എന്ന് എനിക്കറിയില്ല. ഒരു ക്ലോത്തിൻ്റെ ഒരു ടൈ കൂടെ ഉണ്ട്. അതെന്തായാലും ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നില്ല, എനിക്കതില്ലാണ്ട് ആണ് ഇത് യൂസ് ചെയ്യാനൊന്നുകൂടെ കംഫർട്ടബിൾ. അപ്പോൾ എന്തായാലും നല്ല ഭംഗിയുണ്ട്, നല്ല മെറ്റീരിയലും ആണ് കേട്ടോ. ഞാൻ അയൺ ചെയ്തിട്ടില്ല, ആ ഒരു പ്രശ്നമുണ്ട്. അയൺ ചെയ്യാൻ എനിക്ക് മടിയാണെന്ന് നിങ്ങൾക്ക് പിന്നെ പണ്ടേ അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഔട്ട്ഫിറ്റ്. ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായൊരു ഔട്ട്ഫിറ്റാണ്. ഇനി നമ്മുടെ മൂന്നാമത്തെ ഔട്ട്ഫിറ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളറാണ് യെല്ലോ. ഇപ്പോൾ കുറച്ചായി എടുക്കൽ കുറച്ച് കുറവായിരുന്നു. ഇപ്പോൾ കുറച്ച് കാലമായിട്ടൊരു ലാവൻഡർ പേർപ്പിൾ ഷെയ്ഡുമ്മലായിരുന്നു കൂടുതൽ പോയിരുന്നത്. ബട്ട് വീണ്ടും യെല്ലോ കണ്ടപ്പോൾ ഞാൻ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ യെല്ലോ ഡ്രസ്സ്. ഇതിൻ്റെ മെറ്റീരിയലാട്ടോ അടിപൊളി, അയൺ ചെയ്യൊന്നും വേണ്ട. ഇങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്, ഈ ഒരു ചുളിവെള്ള ടൈപ്പ് മെറ്റീരിയലാണ്. സിമ്പിളായിട്ടുള്ള ഡ്രസ്സാണ്. സിമ്പിളായിട്ട് ഇതാ ഈ ഒരു ബെൽറ്റിൻ്റെ ഡിസൈൻ മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഡ്രസ്സാണ്, പക്ഷെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട്. ബട്ട് ഒരു പ്രശ്നമുണ്ട്, ഇത് കുറച്ചൊന്ന് ട്രാൻസ്പെറൻ്റ് ആണ് ഈ ഒരു ക്ലോത്ത്. അപ്പോൾ നമ്മൾ ഉള്ളിൽ ഇടുന്ന ഇത് കുറച്ചിങ്ങനെ നെതലിച്ച് കാണുന്നുണ്ട്. അതായത് നമ്മൾ ഡാർക്ക് കളേഴ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ കൈ കണ്ടോ ഇങ്ങനെ ആക്കുമ്പോൾ കുറച്ച് കാണുന്നു, ആ ഒരു പ്രശ്നം എനിക്ക് തോന്നി. കാരണം അത് ലൈറ്റ് കളറാണ്, അതുകൊണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിൽ ഒരു സ്കിൻ കളർ ഇന്നേഴ്സ് അതൊക്കെ ഇട്ടിട്ട് സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ നല്ല ഭംഗി, നല്ല കംഫർട്ടബിളാണ് നമുക്ക് ഇടാൻ. ഇങ്ങനെ ഇട്ട് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇനി
കാണിക്കുന്ന 3 എന്ന് പറഞ്ഞാൽ എനിക്ക് അബദ്ധം പറ്റിയ ഡ്രസ്സസാണ്. അതായത് ഓവർ സൈസ്ഡ് ഡ്രസ്സസ് ആയിരുന്നു. സൈസ് ഞാൻ മീഡിയം തന്നെയാണ് എടുത്തത്. ഡ്രസ്സുകൾ കാണാൻ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. പക്ഷേ എന്നെ ഒരു 2-3 അതിൻ്റെ ഉള്ളിൽ കൊള്ളുന്നതിൻ്റെ അവസ്ഥയാണ് അത് വന്നപ്പോൾ. അത് എൻ്റെ പ്രശ്നമാണ്. അത് ഓവർ സൈസ്ഡ് ഡ്രസ്സാണെന്ന് ഓർക്കാണ്ട് ഞാൻ എടുത്തതാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട് ഡ്രസ്സസ് ആട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നോക്കുക, ഇത് ഞാൻ സ്റ്റൈൽ ചെയ്യുന്നില്ല, കാരണം ഇത് ഞാൻ എങ്ങനെ സ്റ്റൈൽ ചെയ്താലും വളരെ വൃത്തികേടായിട്ട് നിൽക്കും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് കാണിച്ചു തരാം. ആവശ്യമുള്ളവർക്ക്, അത്യാവശ്യം കുറച്ച് തടിയുള്ളവർക്ക് നല്ല ഭംഗി ഉണ്ടാവും ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം. എന്തായാലും ഡ്രസ്സസ് നമുക്ക് കാണാം. ഇതിൽ ഫസ്റ്റ് ഡ്രസ്സ് ഇതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഡ്രസ്സാണ്. ഇത് സൈസ് മീഡിയം തന്നെയാണ് കേട്ടോ ഇതിലുള്ളത്. മുമ്പിൽ ഇങ്ങനെ ഒരു ടെസൽസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ എംബ്രോയ്ഡറി വർക്ക് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്. പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് ഇത് കംപ്ലീറ്റ് വന്നിട്ടുള്ളത്. കോട്ടൻ്റെ മെറ്റീരിയലുമാണ്. നല്ല സുഖമുണ്ട് നമുക്ക് ഇടാൻ, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ്. അടുത്തത് ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് സീക്വൻസ് വർക്കാണ്. ആൻഡ് ഇതിൻ്റെ ഒരു കളർ പാറ്റേൺ നല്ല ഭംഗിയുണ്ട്. നമുക്ക് ശരിക്കും ഒരു പാർട്ടി വെയർ ആയിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണത്. നല്ല ക്വാളിറ്റി ഫാബ്രിക്കുമാണ് കേട്ടോ. ഇതും മീഡിയം ആണ് സൈസ്, ബട്ട് ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സാണ്. നെക്സ്റ്റ് വൺ ഇതാണ്. ഇത് ഈ ഒരു രീതിയിലുണ്ട് ഫ്രോക്സ് നമ്മൾ കുറേ കണ്ടിട്ടുണ്ടാകും. ഇത് അങ്ങനത്തെ, പക്ഷേ ഇത് എക്സലാണ് കേട്ടോ സൈസ്. അതെനിക്ക് ഒരുപാട് ഓവറായി പോയി. നമ്മുടെ ഷീൻ്റെ റംസാൻ കളക്ഷൻസ് ആയിട്ട് വന്നിട്ടുള്ളത് എല്ലാം അടിപൊളി ക്വാളിറ്റി ഡ്രസ്സസ് ആട്ടോ. എൻ്റെ ഈ ഷാൾ ഞാനിങ്ങനെ ഒന്ന് കുത്താതെ ഇട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ ഇത് എനിക്ക് ശരിയാവും തോന്നുന്നില്ല. എല്ലാവരും ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനത് എങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ചാടിക്കൊണ്ട് നിൽക്കണം. എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഷീൻ്റെ റംസാൻ കളക്ഷൻസിൽ ഉള്ളത്. അടിപൊളിയാണ്. അപ്പോൾ എൻ്റെ ഒരു കൂപ്പൺ കോഡ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 15% ഡിസ്കൗണ്ടും കിട്ടും. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക കേട്ടോ. എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ. നിങ്ങൾക്ക് ഏത് ഡ്രസ്സാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നും കമൻസിലൂടെ അറിയിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.